ചേട്ടാ, ഞങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ നിന്ന് SH മെഡിക്കൽ സെൻ്ററിൽ നിന്നാണ് വരുന്നത്. ഫെബ്രുവരി 4-ാം തീയതി ലോക ക്യാൻസർ ദിനമാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് കുറച്ച് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വരുമായിരുന്നേ. ചേട്ടാ, എന്തൊക്കെ തരം ക്യാൻസർ ഉണ്ടെന്ന് ചേട്ടൻ അറിയാവോ? എന്തൊക്കെ തരം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പാടില്ല. ഒരെണ്ണം അറിയാം, ഈ ബ്ലഡ് ഛർദ്ദിക്കുന്നതിൻ്റെ അതൊക്കെ ആയിട്ടുള്ള രീതിയാണ്. എന്തൊക്കെ രീതിയിൽ കൂടിയാണ് ക്യാൻസർ വരുന്നത്? അത് പുകവലി. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആണ്, ലോക ക്യാൻസർ ദിനമാണ്. അപ്പോൾ ക്യാൻസർ ഭക്ഷണത്തിൽ കൂടെ ക്യാൻസർ വരാൻ ചാൻസ് ഉണ്ടോ? ഭക്ഷണത്തിൽ കൂടെ വരാമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതൊക്കെ ഭക്ഷണത്തിൽ കൂടിയാണ് വരുന്നത്? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള എണ്ണ കൂടിയ ഇത്, അതുപോലെ തന്നെ മദ്യത്തിൽ നിന്ന് വരാം, പുകയിലയിൽ കൂടെ വരാം, ഇതൊക്കെ അറിയാവുന്നു. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പാരമ്പര്യമായിട്ട് വരുമെന്ന് അറിയാവോ? അങ്ങനെ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമാണോ? അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, പാരമ്പര്യമായിട്ട് വരുന്നതെന്നുള്ള കാര്യമൊന്നും. പിന്നെ ബാക്കിയുള്ള ഡോക്ടർമാർ പറയുന്നതല്ല നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ഡോക്ടർമാർക്കാണ്. അവരാണ് ഇതിനെ കൂടുതൽ ഈ കാര്യങ്ങൾ പറയേണ്ടത്, ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം പകരുന്ന അസുഖമാണോ? അല്ലല്ല, നീഡില് വഴിയൊക്കെ ഇൻസുലിൻ നീഡിലൊക്കെ അങ്ങനെയല്ല, സൂചി എടുത്ത് അങ്ങനെയെല്ലാം പകരില്ല. ക്യാൻസറിന്റെ ചികിത്സകൾ അറിയാവോ? ക്യാൻസറിന് നമ്മൾ കൊടുക്കുന്ന ചികിത്സകളെന്ന് പറഞ്ഞാൽ ഹീമോ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഈ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം എന്തൊക്കെ ഭക്ഷണത്തിലൂടെ പലരും പറയുമല്ലോ ക്യാൻസർ വരുന്നത്, ഏതൊക്കെ ഭക്ഷണത്തിലൂടെയാണ് ക്യാൻസർ വരുന്നതെന്ന് അറിയാവോ? എല്ലാ ഭക്ഷണത്തിലൂടെയും ക്യാൻസർ വരും, കാരണം മായം ചേരാത്ത ഒരു ഭക്ഷണവും ഇല്ല. ചേച്ചി, ക്യാൻസർ പകരുന്ന ഒരു അസുഖമാണോ? അല്ല. അമ്മ, ഭക്ഷണത്തിലൂടെ ക്യാൻസർ ഉണ്ടാവുമോ അറിയാവോ? ജീവിതം ഈ നമ്മളുടെ ഓരോ ദിവസത്തെയും ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ്, ജീവിതശൈലി. പാരമ്പര്യമായിട്ട് നമ്മുടെ പാരമ്പര്യത്തിലൂടെ ക്യാൻസർ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകും തോന്നില്ല. ഉണ്ടാക്കുന്നത് കൊഴുപ്പുള്ള ആഹാരങ്ങൾ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട്. പുകവലി കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ക്യാൻസർ 10 പേർക്ക് ആണുങ്ങൾക്ക് വരുമ്പോൾ 100 പേർക്ക് പെണ്ണുങ്ങൾക്ക് വരും. സിഗരറ്റ് വലിക്കുന്നില്ല, മുറുക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ സംഭവം എന്നാന്ന് അറിയാൻ മേല. അങ്ങനെ മരുന്ന് കഴിക്കാതെ പക്ഷേ അസുഖം മാറത്തില്ലല്ലോ. പിന്നെ അത് വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ കുറേ ഭക്ഷണ ക്രമീകരണമൊക്കെ നടത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തൊക്കെ ഭക്ഷണത്തിലൂടെ ക്യാൻസർ ഉണ്ടാവുന്നതെന്നറിയാം? ഇപ്പം എല്ലാ ഭക്ഷണത്തിലും ഇതുള്ളതല്ലേ, പിന്നെ ഇന്ന ഭക്ഷണമൊന്നുമില്ല, എല്ലാം കെമിക്കൽ കയറിയ സാധനം വരുന്നത്. ക്യാൻസർ പകരുന്ന അസുഖമാണോ? അല്ല, ലൈക്ക് ഫ്ലൂയിഡ്സ്, ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ക്യാൻസർ എന്ന് പറയുന്ന അസുഖം റേഡിയേഷൻ ത്രൂ ഉണ്ടാവുമോ അറിയാവോ? അത് കൂടുതലും പകർച്ചവ്യാധിയിലല്ലേ വരുന്നത് ക്യാൻസർ എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. റേഡിയേഷനും കൂടി വരുമോയെന്നും അങ്ങനെയും സംഭവിക്കാം. കൂടുതലും ഇപ്പം എന്നാ പിള്ളേർക്കാണേലും ഇപ്പം ജനിച്ചു വീഴുന്ന പിള്ളേർക്കാണേലും ക്യാൻസറൊക്കെ വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് പാരമ്പര്യമായിട്ട് ക്യാൻസർ വരുമോ എന്നറിയാവോ? ഇല്ല. വരുമോ? പല രീതിയിലുണ്ട്. നമ്മൾ ലഹരിപരമായിട്ടുണ്ടാവും. ഞാൻ പറയുന്നു ആഹാരത്തിൽ നിന്ന് വേണേലും വരാം. ഇപ്പോഴത്തെ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ പച്ചക്കറിയൊന്നും നമുക്ക് അമിതമായിട്ട് വിഷം ചേർത്ത് അങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പച്ചക്കറികൾ. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്നുമല്ല. കഴിവതും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, വെളിയിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, വീട്ടിലെ ഭക്ഷണങ്ങൾ കഴിക്കുക. ഞാൻ ഡോക്ടർ നീരജ, SH മെഡിക്കൽ സെൻ്ററിൽ ക്ലിനിക്കൽ ഓൺകോളജിസ്റ്റാണ്. ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. ക്യാൻസർ വരാൻ പല കാരണങ്ങളുണ്ട്. പാരമ്പര്യം, തെറ്റായ ജീവിതശൈലി, മായം കലർന്ന ഭക്ഷണ രീതികൾ, പുകവലി, മദ്യപാനം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ചില അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗപ്രതിരോധ ശേഷിക്കുറവ്. ക്യാൻസർ പകരുന്ന ഒരു രോഗമാണെന്ന് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നാൽ ക്യാൻസർ ഒരു പകർച്ചവ്യാധിയല്ല. നവജാത ശിശുക്കളിലും ക്യാൻസർ കണ്ടുവരുന്നുണ്ട്. പാരമ്പര്യം, അമ്മയുടെ ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ചില അണുബാധകൾ, അമ്മയുടെ പോഷകാഹാരക്കുറവ്, ചില രാസവസ്തുക്കളുടെ ഉപയോഗം എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നുണ്ട്. സ്ത്രീകളിൽ എങ്ങനെ ക്യാൻസർ വരുമെന്ന് കുറേയധികം ആളുകൾക്ക് സംശയമുണ്ട്. സ്ത്രീ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും മുമ്പ് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും
ഇത് വരാം. ക്യാൻസർ വന്നാൽ മരണമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ 70 മുതൽ 80% വരെ ക്യാൻസർ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നതാണ്. അതിനായി ക്യാൻസറിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. താങ്ക് യു.